ഈശോ നമ്മളെ ഓരോരുത്തരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിരുവചനത്തിൽ നിന്ന് ശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലെ 1-ാം 20-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. ജോസഫ് വാർത്ത കേട്ട് അന്ന് സത്യത്തിൽ ഞെട്ടിപ്പോയി. തൻ്റെ പ്രതിശ്രുത വധു മേരി അല്ലെങ്കിൽ മറിയം ഗർഭിണിയാണ്. ഇനി എന്തു ചെയ്യും? അസ്വസ്ഥമായ മനസ്സുമായി നടന്ന ജോസഫ് ഒടുവിൽ ഒരു തീരുമാനമെടുത്തു: മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുക. പക്ഷേ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടും മറിയം അനങ്ങിയില്ല. എൻ്റെ പൊന്ന് ജോസഫേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ദയവായി എന്നെ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫിൻ്റെ പുറകെ അവൾ വന്നതായിട്ട് വചനം രേഖപ്പെടുത്തിയിട്ടില്ല. തൻ്റെ നിഷ്കളത തെളിയിക്കാനായിട്ട് ധൃതി പിടിച്ചില്ല. ഒടുവിൽ ദൈവം തന്നെ ഇടപെട്ടു. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോസഫിനോട് പറഞ്ഞ വചനമാണ് നമ്മൾ വായിച്ചു കേട്ട്: ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. തെറ്റ് ചെയ്താൽ പോലും സ്വയം ന്യായീകരിക്കുന്ന സ്വഭാവമാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരുടെയും. അപ്പോൾ പിന്നെ തെറ്റ് ചെയ്യാത്തപ്പോൾ തെറ്റുകാരായി മുദ്ര അടിക്കപ്പെട്ടാലുള്ള അസ്വസ്ഥത എത്ര വലുതാണെന്ന് നമുക്ക് ചിലർക്കൊക്കെ ബോധ്യമായിരിക്കും. നമ്മുടെ നിഷ്കളങ്കത ബോധ്യപ്പെടുത്താനായി നാം എത്രമാത്രം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കഷ്ടപ്പെടുകയും ചെയ്യും. തെറ്റിദ്ധരിക്കപ്പെടലിൻ്റെ വേദന പലപ്പോഴും വളരെ കഠിനമാണ്. ജീവിത പങ്കാളി സംശയിക്കുമ്പോൾ മാതാപിതാക്കളും അധ്യാപകരും ചെയ്യാത്ത തെറ്റിന് ശകാരിക്കും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ മനസ്സ് തകർന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവാം. നമുക്കറിയാം, നമ്മുടെ പല സ്കൂൾ കുഞ്ഞുങ്ങളും അതുപോലെ മറ്റു പലവരും എത്രയോ പേര് ആത്മഹത്യ ചെയ്തു പോകുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. സമൂഹവും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാം തെറ്റിദ്ധരിച്ചതിൻ്റെ മുറിവുകൾ മൂലം ഹൃദയം തകർന്ന അനേകാര്യങ്ങൾ നമുക്കിടെ ഇടയിലുണ്ട്. ഈ തെറ്റിദ്ധാരണയെ എങ്ങനെയാണ് നാം നേരിടേണ്ടത്? നിഷ്കളങ്കതയും ഉദ്ദേശശുദ്ധിയും ചോദ്യം ചെയ്യപ്പെട്ട ഒരു ക്രൂശീകരണം തന്നെയാണ്. ചിലപ്പോൾ സത്യം ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയാതെ വരും. മറ്റു ചിലപ്പോൾ എത്ര തെളിവുകൾ നിരത്തിയാലും സത്യം അംഗീകരിക്കാൻ മറ്റുള്ളവർ തയ്യാറായില്ലെന്നും വരും. വേറെ ചിലപ്പോഴാകട്ടെ നാം നിഷ്കളങ്കരായി തന്നെ സാഹചര്യ തെളിവുകൾ നമുക്ക് എതിരായും വരാം. ഇത്തരം സാഹചര്യങ്ങളിലൂടെ ഒരു ബലി അർപ്പണത്തിനായിട്ട് ദൈവം നമ്മെ ഒരുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ്, ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഞാൻ ബലി ചെയ്യപ്പെടാൻ ദൈവം ഒരുക്കുകയാണ് നമ്മൾ ഓരോരുത്തരെയും. മനോഹരമായ ആ നിമിഷങ്ങളാണ് സംശയത്തിൻ്റെ, അപവാദത്തിൻ്റെ, തെറ്റിദ്ധാരണയുടെയുള്ള നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരം, നിഷ്കളങ്കത ബോധ്യപ്പെടുത്താൻ തിരക്ക് പിടിക്കുമ്പോൾ എളിമ ശാന്തതയോടെ ഈ സാഹചര്യത്തെ നേരിടാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാൻ എളിമയ്ക്ക് കഴിയുമ്പോൾ അഹങ്കാരം തൻ്റെ അക്ഷമ മൂലം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം വഷളാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഒരു തെറ്റും ചെയ്യാതെ കുറ്റം വിധിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ അതിനെ നേരിടുവാനും ദൈവം തന്നെ നീതിരിക്കപ്പെടാൻ കടന്നു വരുന്ന സമയത്തിനായി കാത്തിരിക്കാനും ഹൃദയത്തിന് എളിമ വേണം. മാതാവിന് അത് ഉണ്ടായിരുന്നു. അതിനാൽ ജോസഫ് തന്നെ സംശയിച്ചപ്പോഴും ഇളകി മറിയാതിരിക്കാൻ പരിശുദ്ധ മറിയത്തിന് കഴിഞ്ഞു. അവിടെയാണ് ക്രിസ്തുമസിന് മുന്നോടിയായുള്ളൊരു മഹത്വം കടന്നു വരുന്നത്. യേശുവിൻ്റെ ഹൃദയം എളിമയുടെ സങ്കേതമായിരുന്നതിനാലാണ് കുറ്റാരോപണങ്ങൾക്ക് വിധേയമായപ്പോഴും അവിടത്തേക്ക് ശാന്തത പാലിക്കാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, ഏശയ്യായുടെ പുസ്തകത്തിലെ 53-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്: നമ്മുടെ അകൃത്യങ്ങള് കർത്താവ് അവൻ്റെ മേൽ ചുമത്തി, അവൻ്റെ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല.
കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാനിടെ പോലെ രോമം കത്തിരിക്കപ്പെടുന്നവരുടെ മുമ്പിൽ അവൻ നിൽക്കുന്നു. അവൻ ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം അവലംബിച്ചു, അല്ലെങ്കിൽ മൗനം പാലിച്ചു. പ്രിയമുള്ളവരെ, കുറ്റാരോപണങ്ങളുടെ നിഷ്കളങ്കതയെ ചോദ്യം ചെയ്യപ്പെടുന്നതിൻ്റെ നിമിഷങ്ങളിൽ ശാന്തതയും മൗനവും പാലിക്കാൻ കൃപ തരണമെന്ന് മാത്രം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തും. മാത്രമല്ല, നാം മൗനമായിരിക്കുമ്പോൾ സമയത്തിൻ്റെ തികവിൽ, അല്ലെങ്കിൽ പൂർത്തീകരണത്തിൻ്റെ തികവിൽ ദൈവം നമുക്ക് വേണ്ടി മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്യും. ഈ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതാണ് ഒരു ക്രിസ്തീയ ജീവിതം. നമുക്ക് വേണ്ടി കറക്റ്റ് ടൈമിൽ, പൂർത്തീകരണത്തിന് ടൈമിൽ ദൈവം ഇടപെടുകയും നമുക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യും. നമുക്ക് നമ്മളെ തന്നെ ഈ ദിവസങ്ങൾ ഒരുക്കാം, നമ്മൾ വിട്ടുകൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ദൈവമേ, വിമർശനങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും നടുവിൽ ശാന്തതയോടെ നിൽക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഞങ്ങളെ ഹൃദയങ്ങൾ അങ്ങയിൽ ആശ്വസിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ പൂർണ്ണതയിൽ കർത്താവെ കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. എളിമയുടെ വിളനിലമാക്കി ഞങ്ങളെ ക്രമീകരിക്കണമേ. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.